ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് റൂൾ ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തേത് അമേരിക്കൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് പഠിച്ചു, അതായത് മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്നാണ് അതിന്റെ മറ്റൊരു പേര്. രണ്ടാമതായിട്ട് ഫണ്ടമെന്റൽ റൂൾ ഓഫ് അക്കൗണ്ടിങ് അഥവാ ബ്രിട്ടീഷ് റൂൾ ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചു. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അതാണ് നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടും പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്. അതായത് നമുക്ക് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കണ്ടുപിടിക്കണം, അതിന് സഹായകരമായിട്ടുള്ള 2 റൂളുകൾ. അതിൽ നിങ്ങൾക്ക് ഏത് ആണ് സിമ്പിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഈ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് അക്കൗണ്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ ആദ്യമായിട്ട് ഒരു കടയിലെ കണക്ക് എഴുതി തുടങ്ങുന്നത്, അതിനാണ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ഒറിജിനൽ അല്ലെ, ഫസ്റ്റ് എഴുതുന്നത് എന്നുള്ളത്. പിന്നീട് അതിൽ നോക്കിയിട്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി എഴുതുമ്പോൾ അതൊക്കെ സെക്കൻഡറി ആയി മാറി അല്ലെ, അല്ലെങ്കിൽ സപ്ലിമെന്ററി ആയിട്ട് മാറി. അപ്പൊ ഒറിജിനൽ ബുക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 ബുക്കുകൾ ഒരു അക്കൗണ്ടന്റ് ഫോളോ ചെയ്യും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്താണ് ജേണൽ എന്ന് പറയുന്നത്. ഈ ജേണലാണ് ഇതിന്റെ പ്രൈമറി ബുക്ക് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമതാണ് പർച്ചേസ് ബുക്ക്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പരീക്ഷകൾക്കൊക്കെ പ്ലസ് 1 പരീക്ഷയൊക്കെ നിരവധി ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരും. അക്കൗണ്ടിങ് അറിയാത്ത ഒരാൾക്ക് പോലും ഈ പർച്ചേസ് ബുക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. 4 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്താണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. ഇതറിയാമെങ്കിൽ ഇതറിയുന്നതിന് ഒരു പ്രയാസവുമില്ല. പിന്നീട് വരുന്നതാണ് സെയിൽസ് ബുക്ക്, അടുത്ത് വരുന്നതാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്, ദെൻ ക്യാഷ് ബുക്ക്. ഇത്രയും സാധനം നമ്മൾ പഠിക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നില്ല, വരും ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിക്കും വേറെ തന്നെ. ഇപ്പം നമ്മൾ ഇതിലുള്ള ഫസ്റ്റ് സംഗതി ജേണൽ എന്ന് പറയുന്ന സംഗതിയിലേക്ക് പോവുകയാണ്. ഓക്കെ, ശരി. നമ്മുടെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ജേണൽ എന്ന് പറയുന്ന അക്കൗണ്ട് ബുക്കിനെ കുറിച്ചാണ്. ജേണലിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഡേ ബുക്ക് എന്ന് പറയും. ജേണൽ ഓർ ഡേ ബുക്ക്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാം. ജേണൽ ഡേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കാണ് ഡേ ബുക്ക് അഥവാ ജേണൽ. ഓക്കെ, ഫോർ റെക്കോർഡിംഗ് ദി ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് there is a separate book kept by the accountant. That book or such book is called journal or day book. അതായത് ഒരു അക്കൗണ്ടന്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ആ ബുക്ക് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവസേന ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ആ ബുക്കിനെയാണ് ഡേ ബുക്ക് അല്ലെങ്കിൽ ജേണൽ എന്ന് പറയുന്നത്. ഓരോ ദിവസത്തെയും ഡേയിലെയും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ഡേ ബുക്ക് എന്ന് വിളിക്കുന്നത്. അതിനെ മെയിൻ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും പറയുന്ന മറ്റൊരു പേരാണ് ജേണൽ എന്നുള്ളത്. ഓക്കെ, ഈ 2 പേര് തന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒന്നിനെ തന്നെ സൂചിപ്പിക്കുന്ന പേരുകളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ചോദിക്കും പരീക്ഷയ്ക്ക് ജേണൽ ഈസ് ഓൾസോ കോൾഡ് ഡാഷ്, ജേണൽ ഈസ് കോൾഡ് ഡാഷ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഡേ ബുക്ക് ഫോർ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡിങ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കുക നോട്ടിൽ. ശരി, ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ഒന്നുകൂടി നന്നാക്കിയിട്ട്, അതായത് പ്ലസ് 1 ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഡെഫിനിഷൻ ഇതിനുണ്ട്. ജേണൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡേ ബുക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിനുള്ള ഉത്തരം. കുറച്ച് ഒരു 2 സെന്റൻസ് ഉണ്ട്, നിങ്ങൾ നോക്കുക. ജേണൽ ഈസ് എ ഡേ ബുക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ജേണൽ എന്ന് പറയുന്നത് ഒരു ഡേ ബുക്കാണ്. വിച്ച് കെപ്റ്റ് ഇൻ ദി ബിസിനസ്. ഇത് ബിസിനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ബുക്കാണ്. അതിൽ വർ ഇൻ ദി കംപ്ലീറ്റ് ഹിസ്റ്ററി ഓഫ് ട്രാൻസാക്ഷൻ. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും അതിന്റെ ഹിസ്റ്ററി, അതിന്റെ ചരിത്രം, അതായത് ഇന്നേ ദിവസം മുതൽ ഇന്നേ ദിവസം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് അത് അക്കൗണ്ടിങ് നാച്ചുറലുള്ള അത്തരം ഡീറ്റെയിൽസ് ഡെബിറ്റ് ക്രെഡിറ്റ് ഉൾപ്പെടെ ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാകുക. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഡെബിറ്റും ക്രെഡിറ്റും. ആ ഡെബിറ്റും ക്രെഡിറ്റും വെച്ചിട്ട് ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള, ബിസിനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള പുസ്തകത്തിനെയാണ്, ബുക്കിനെയാണ് നമ്മൾ ജേണൽ അല്ലെങ്കിൽ ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അത് എഴുതുമ്പോൾ കൃത്യമായിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഉൾപ്പെടെ എഴുതുമ്പോൾ അത് ഡേറ്റ് വൈസ് ആയിട്ടായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാകുക. എന്താ ഡേറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ? ഇന്ന് നടന്ന ട്രാൻസാക്ഷൻ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് അതിന്റെ താഴെ,
ഇന്നലെ നടന്ന ട്രാൻസാക്ഷൻ ഇന്നലത്തെ ഡേറ്റ് ഉണ്ടാവും, അതിന്റെ താഴെ കംപ്ലീറ്റ് ഉണ്ടാവും. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ ആ ഡേറ്റ് ഇട്ടിട്ട് കറക്റ്റ് അതിന്റെ താഴെ ഉണ്ടാവും. ഇങ്ങനെ ക്രോണോളജിക്കലി ആയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഉൾപ്പെടെ ഒരു സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസിനെയും എഴുതി വെക്കുന്ന പുസ്തകത്തിനെയാണ് ഡേ ബുക്ക് അഥവാ ജേണൽ എന്ന് നമ്മൾ പറയുക. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതും കൂടി +1 പഠിക്കുന്ന കുട്ടികൾ ഓർമ്മിച്ച് വെക്കണം എഴുതി വെച്ച നോട്ടിൽ. ഇനി നമ്മൾ ജനറൽ ആയിട്ട് ക്ലാസ് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡെഫിനിഷൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കോമൺ ആയിട്ട് സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ സംഗതി മാത്രം മതി. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജേണൽ വരക്കുക ഒരു പ്രത്യേക കള്ളിയിലൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കള്ളിയോടൊക്കെ കൂടിയാണ്. അതായത് നിങ്ങൾ ഈ സംഗതി എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പയറ്റ് അല്ലെ, നമ്മളെ നാട്ടിലൊക്കെ സഹായക്കുറി എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട്. സഹായക്കുറി, ആ സഹായക്കുറിയൊക്കെ ഉണ്ടാവുമ്പോൾ അത് എഴുതി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബുക്ക് ഉണ്ട്, അക്കൗണ്ട് ബുക്ക്. ഒരു രജിസ്റ്റർ പോലത്തെ ബുക്കാണ്. നിങ്ങൾ നമ്മുടെ സ്റ്റേഷനറി കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് കിട്ടും. അപ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ആക്ച്വലി ഇതിനും ഉള്ളത്. നമ്മൾ ആ ഫോർമാറ്റ് നോട്ടിൽ വരഞ്ഞ് അതിന് കൃത്യമായിട്ട് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ജേണൽ എന്ന് പറയുന്ന സംഗതി എഴുതുക. ഓക്കെ, അല്ലാതെ വെറും പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പർ അല്ല ജേണൽ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തല്ല എഴുതി വെക്കുക. അതിന് പ്രത്യേകം കള്ളികളുണ്ട്. ആ കള്ളിക്ക് ഓരോന്നിനും പേരുണ്ട്. അത് കൃത്യമായിട്ട് ഓരോ കള്ളിയിലും ഓരോ സാധനങ്ങളിൽ എഴുതി വെക്കും. ആ കള്ളിയാണ് ഞാനിവിടെ വരക്കാൻ പോകുന്നത്. ജേണലിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഫോം ഓഫ് ജേണൽ ഓർ ഡേ ബുക്ക്. ഓക്കെ, അതിൽ ഫസ്റ്റ് കള്ളി എന്ന് പറയുന്നത് ഡേറ്റ് ആണ്. ഇത് പൊതുവെ ഒരു ചെറിയ കള്ളി മതി. അതിനുശേഷം ഏറ്റവും വലിയ കള്ളി നമുക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ കള്ളി വരക്കണ്ട. അതിന് പകരം എന്ത് ചെയ്യുക, ലാസ്റ്റ് കള്ളി 2 വരച്ചിടുക. ഇത് രണ്ടും എമൗണ്ട് കോളാണ്. ഡെബിറ്റ് എമൗണ്ട് ആണ് ഇത്. ഡെബിറ്റ് എമൗണ്ട്. രണ്ടാമത്തെ കോളം ക്രെഡിറ്റ് എമൗണ്ട് ആണ്. ക്രെഡിറ്റ് എമൗണ്ട് അതായത് ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ അതിൽ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ കണ്ടെത്തും. ആ ഡെബിറ്റിനും ക്രെഡിറ്റിനും എമൗണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് 2 എമൗണ്ട് കോളം വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നീട് മറ്റൊരു ചെറിയ കോളം വരും. ഈ 2 കോളവും ഒരേ വലുപ്പത്തിലായിക്കോട്ടെ. അതിനേക്കാളും കുറച്ച് ചെറുപ്പത്തിലാണ് ഡേറ്റ് കോളം നല്ലത്. ഇനി ഏറ്റവും ചെറിയ കോളായിരിക്കണം ഇത്. അതിന്റെ പേരാണ് LF. അതിന്റെ ഫുൾ ഫോം ലെഡ്ജർ ഫോളിയം എന്നാണ്. ലെഡ്ജർ ഫോളിയം അതായത് ലെഡ്ജറിന്റെ നമ്പർ എന്നാണ്. ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ. ലെഡ്ജർ ഫോളിയോ. അതെന്തിനാണ്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എഴുതുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഇതൊന്നും കണക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഫോളോ ചെയ്യണം. അപ്പൊ ഇത്രേ എഴുതാം. ഇനി ഇവിടെ എഴുതാം പർട്ടിക്കുലേഴ്സ്. PARTICULARS. ഇങ്ങനെ 1 2 3 4 5 കോളം. 2 എമൗണ്ട് കോളം, അതിലൊന്ന് ഡെബിറ്റ് എമൗണ്ട് കോളം, രണ്ടാമത്തെ ക്രെഡിറ്റ് എമൗണ്ട് കോളം. പിന്നെ മറ്റൊന്ന് LF എന്ന് പറയുന്ന ഒരു ചെറിയ കോളം. ലെഡ്ജർ ഫോളിയോ എന്നാണ് അതിന്റെ ഫുൾ ഫോം. മറ്റൊരു കോളമാണ് പർട്ടിക്കുലേഴ്സ്. ഈ കോളം ഏറ്റവും വലിയ കോളായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡേറ്റ് എന്നുള്ള കോളം വരച്ചതിന് ശേഷം ഇത് വരക്കണ്ട, മറിച്ച് ഇത് രണ്ടും വരച്ചതിന് ശേഷം ബാലൻസ് ആയിട്ടാണ് നമുക്ക് ഈ കോളം വരേണ്ടത്, ഈ കള്ളി വരേണ്ടത്. കാരണം ഇത് ഏറ്റവും വലുതായിട്ട് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വരയ്ക്കുക, ഈ 2 എമൗണ്ട് കോളം വരയ്ക്കുക, ഇത് വരയ്ക്കുക, ബാലൻസ് ആയിട്ട് ഇത് വരും. എപ്പോഴും ചെയ്യുമ്പോൾ ഇത് തന്നെ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് എഴുതാൻ പോവുകയാണ്. ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എഴുതാൻ പോവുകയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതങ്ങ് മായ്ച്ചു കളിയാണ്. ആദ്യം ഞാൻ ട്രാൻസാക്ഷൻ ഇവിടെ എഴുതും. ആ സാധനത്തിനെ ഇതിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം എന്ന് ഞാൻ കാണിച്ചു തരും. ഓക്കെ, ശരി. ഇവിടെ നോക്ക്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഇടയിൽ വിട്ടുപോയി പറയാൻ. ഈ ഫോർമാറ്റ് ആയിട്ടാണ് നമ്മൾ ഈ കള്ളി ഇപ്പം വരച്ചിട്ടുള്ളത്. നിങ്ങളെ നോട്ടിൽ വരക്കുമ്പോൾ ഒരു പേജ് താഴോളം വരക്കാൻ പാടില്ല. ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഈ ഹെഡിങ് ഒക്കെ കൊടുക്കുക, എന്നിട്ട് ഒരു 5 സെന്റിമീറ്റർ താഴെ വരച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ ക്ലോസ് ചെയ്ത് കളിയാം. ഓക്കെ, അതായത് അതിൻ്റെ അകത്ത് നമ്മളൊന്നും എഴുതുന്നില്ല. അത് ജസ്റ്റ് ഒരു ഫോർമാറ്റ്, ഒരു രൂപം മാത്രമാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻ, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ട്രാൻസാക്ഷൻ എടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2018 August 1 ഉള്ള ട്രാൻസാക്ഷൻ ആണ് ഈ പറയുന്നത്. അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹25,000. അജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് 25,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ട്രാൻസാക്ഷൻ കാണാം. അത് തൊട്ടടുത്ത ദിവസമാണ്, 2-ാം തീയതിയാണ്. അതെന്ന് പറയുന്നത് ബോട്ട് ഫർണിച്ചർ ₹2,100. അദ്ദേഹത്തിന്റെ കടയിലേക്ക് ഫർണിച്ചർ മേടിച്ച് കൊണ്ടുവരികയാണ്.
അതിന് അദ്ദേഹം കൊടുത്ത വില എന്ന് പറയുന്നത് 2100 രൂപയാണ്. ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഈ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി എടുക്കണം. അതിനുശേഷമാണ് നിങ്ങൾ അടുത്തൊരു അത്രയും ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന്റെ തൊട്ട് താഴെ ഈ കള്ളി വരയ്ക്കേണ്ടത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഇവിടെ ആ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതി എടുക്കുക. ഓക്കെ, എന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഈ കള്ളി വരയ്ക്കുക. നിങ്ങൾ ഇവിടെ പോസ് ചെയ്ത് വെക്കുക. ഞാനിതാ ക്വസ്റ്റ്യൻ ഇടുന്നു. അതിനുശേഷം നിങ്ങൾ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എഴുതിയതിന് ശേഷം ഈ കള്ളിയും വരച്ച് ഒരു പേജ് കംപ്ലീറ്റ് വരയ്ക്കുക. എന്നതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ശരി, നിങ്ങൾ അത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്ക്, നിങ്ങളെ ബുക്കിൽ ഇപ്പൊ ആദ്യം എഴുതി വെച്ചത് അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 25,000. ഞാനിപ്പം പറഞ്ഞു ബോട്ട് ഫർണിച്ചർ ₹2,100. ഇതിനെ നമ്മൾ ഇതിലേക്ക് എഴുതാൻ പോവുകയാണ്. നേരത്തെ നിങ്ങളെ കുഞ്ഞു കള്ളി വരച്ചതിൻ്റെ അകത്തൊന്നും എഴുതൊന്നും വേണ്ടേ. ഇതിപ്പം ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എഴുതിയതിന് ശേഷം അതിന്റെ താഴെ എഴുതേണ്ട സംഗതിയാണ് ഈ പറയുന്നത്. ഓക്കെ, അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 25,000. അജയ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 25,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട്. നമുക്കറിയാം അജയ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 ഓഗസ്റ്റ് 1 ആണ്. അപ്പോൾ ആ ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ കാണിക്കുക. ഓക്കെ, ഈ ഡേറ്റ് കൃത്യമായിട്ട് അവിടെ കാണിക്കുക. എന്നതിന് ശേഷം ബിസിനസ്സിലേക്ക് ക്യാഷ് ഇങ്ങോട്ട് വരികയാണല്ലോ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്നുള്ളതിന് നമ്മൾ ചുരുക്കിയിട്ട് ഡെറ്റർ ഡെബിറ്റ് സൈഡ് എന്ന് കാണിക്കാൻ ചുരുക്കി DR എന്ന് എഴുതും. ഓക്കെ, ചില ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ബൈ എന്നൊക്കെ എഴുതി സ്റ്റാർട്ട് ചെയ്യും. ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നൊക്കെ എഴുതും. ഞാൻ ഇപ്പം ബൈ തൽക്കാലം എഴുതുന്നില്ല. ഓക്കെ, പിന്നീട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലുള്ള സാധനമാണ് എഴുതേണ്ടത്. ടു എന്ന് ഞാൻ ഷോർട്ടായിട്ട് അതിനെ കാണിക്കും. ടു അജയ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ക്യാഷ് എഴുതി അതിന്റെ തൊട്ട് താഴെ ടു നിങ്ങൾ എഴുതാൻ പാടില്ല. ഒത്തിരി അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് അപ്പുറം മാറ്റിയിട്ടാണ് ടു എഴുതേണ്ടത്. എന്നിട്ട് അജയ് ക്യാപിറ്റൽ എഴുതുക. അപ്പൊ ഇത് ഡെബിറ്റ് ആണ്, ഇത് ക്രെഡിറ്റ് ആണ്. അപ്പൊ ഡെബിറ്റ് എഴുതി കഴിഞ്ഞാൽ ആ 25,000 എമൗണ്ട് നിങ്ങൾ എവിടെ എഴുതണം? ഡെബിറ്റിന്റെ എമൗണ്ട് കോളത്തിൽ എഴുതണം. അതായത് ബിസിനസ്സിലേക്ക് 25,000 രൂപ ക്യാഷ് ആയിട്ട് വന്നു എന്നാണ് എഴുതിയത് ഈ അക്കൗണ്ടിന്റെ. അതായത് ക്യാഷ് അക്കൗണ്ടിൽ 25,000 രൂപ നമുക്ക് കിട്ടി എന്നാണ് പറഞ്ഞത്. ഇനി അജയ് ക്യാപിറ്റലിൽ 25,000 ഉണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും സംശയിക്കാൻ പാടില്ല 25,000 ഇവിടെ കിട്ടി, 25,000 പിന്നെയും വന്ന് 50,000 ആയിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല. നമ്മളൊരു ചെരുപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇടത് കാലിനും വലത് കാലിനും രണ്ടും ഉണ്ടാവും അല്ലേ? അപ്പൊ 2 ചെരുപ്പ് എന്ന് പറയുക ഇല്ല, ഒരു ജോഡി ചെരുപ്പാണ്. അതുപോലെ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ഒരു ജോഡി സാധനം ഉണ്ട്. ആ ജോഡി എന്ന് പറയുന്നത് ഡെബിറ്റും ക്രെഡിറ്റും ആകുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ തന്നെ കാണിക്കും. ഡെബിറ്റിൽ 25,000 ക്യാഷ് കിട്ടി, ക്യാപിറ്റൽ അജയിൻ്റെത് 25,000 അവിടെ വന്നു. നമ്മൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ പഠിച്ചില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ? ഇപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലും ഒരേ എമൗണ്ട് എപ്പോഴും വരിക, വ്യത്യസ്ത എമൗണ്ട് വരില്ല. ക്ലിയർ? അപ്പോൾ അങ്ങനെ. ഇനി ഇത് എന്താണോ നടന്നത് അതിനെ നമ്മൾ വളരെ ചുരുക്കിയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കണം. വളരെ ബ്രീഫ് ആയിട്ട് ചുരുക്കിയിട്ട്. അജയ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അജയ് സ്റ്റാർട്ടഡ് ബിസിനസ്. അജയ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇതിനാ നമ്മൾ നറേഷൻ എന്നാണ് വിളിക്കുക. എന്താ നറേഷൻ? NARRATION, നറേഷൻ. ഒരു ചുരുക്കം എഴുത്ത്, ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് നമുക്ക് ഈ സംഗതി വായിച്ചിട്ടാണ് ഇത് എഴുതിയത്. ഏത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റും അജയ് ക്യാപിറ്റൽ ക്രെഡിറ്റും. ഇനി ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ എഴുതണം, ഇത് നോക്കേണ്ട കാര്യം ഒരാൾക്കില്ല. ഈ താഴെയുള്ള ഈ നറേഷൻ എന്ന് പറയുന്ന സംഗതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് ഈ ട്രാൻസാക്ഷൻ ശരിക്കും വരേണ്ടത്. അപ്പോൾ എഴുതിയ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും എളുപ്പം. ഓക്കെ, അപ്പോൾ അതാണ് നറേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ നറേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോട്ടിൽ എഴുതാം. നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ജേർണൽ എന്നാണ്. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതങ്ങ് ക്ലോസ് ചെയ്ത് കളിയുക. ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ആ പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്ന ഈ ഐറ്റംസ്, ഈ സംഗതികൾ, ഡീറ്റെയിൽസ് എഴുതിയ കോളം മാത്രം ക്ലോസ് ചെയ്യാം. ക്ലിയർ? എന്നതിന് ശേഷം നിങ്ങൾ രണ്ടാമത്തതിലേക്ക് വരിക. ബോട്ട് ഫർണിച്ചർ 2100. നിങ്ങളെ നോട്ടിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും ബോട്ട് ഫർണിച്ചർ 2100. ഫർണിച്ചർ ബിസിനസ്സിലേക്ക് കിട്ടി, ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഡേറ്റ് ഇടണം. എത്രയാ ഡേറ്റ്? 2-ാം തീയതി, August 2. ബാക്കിയെല്ലാം ഇയറും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. എന്താ എഴുതേണ്ടത്? ഫർണിച്ചർ ബിസിനസ്സിലേക്ക് എന്താണോ വന്നത് ആ ഡെബിറ്റ് നമ്മൾ ആദ്യം എഴുതും. ഫർണിച്ചർ അക്കൗണ്ട് DR. ഫർണിച്ചർ ആണ് ഡെബിറ്റ്, കാരണം ഇങ്ങോട്ട് കിട്ടിയത് ഫർണിച്ചർ ആണ് അല്ലെ. എന്താണ് റീസൺ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ റീസൺ ഒന്നും ഞാൻ ഇപ്പം പറയുന്നില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോ ക്ലാസ് ഒക്കെ നന്നായിട്ട് കണ്ട ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തിരിച്ചു പോവുക, എന്നതിന് ശേഷം പിന്നീട് വരിക. ഓക്കെ, അതായത് അതൊക്കെ കണ്ടതിന് ശേഷം വരിക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫർണിച്ചർ അക്കൗണ്ട് എത്രയാ? നമുക്ക് 2100 ഡെബിറ്റിൽ വന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് നിങ്ങൾ ശീലിക്കണം, ഇങ്ങനെ വരഞ്ഞിട്ട് ഇടുക. ഇനി ഫർണിച്ചർ വന്നു, എന്താ പോയത്? ക്യാഷാ പോയത്. സോ 2, അതായത് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട്, അതായത് ഇവിടെ നേരെ താഴെ വേണ്ട, കുറച്ച് ഇപ്പുറം, 2 ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഈ ക്രെഡിറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 എന്നൊക്കെ ചേർക്കുന്നത്. ഓക്കെ, അത് ഇതിന്റെ ഒരു രീതിയാണ്. 1, 2, 3 തവണ എഴുതുമ്പോൾ നിങ്ങളത് മനപ്പാഠം പോലെ ഓട്ടോമാറ്റിക് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെ അങ്ങനെ എഴുതിക്കോളൂ. അതുകൊണ്ട് പേടിക്കണ്ട. ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ്. ഇനി ക്രെഡിറ്റിൽ എത്രയാ? 2100, സെയിം എമൗണ്ട് തന്നെ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതണം. എന്താണ്? നറേഷൻ എഴുതണം. ഫർണിച്ചർ മേടിച്ചു, ഫർണിച്ചർ ബോട്ട്, അല്ലെങ്കിൽ ബോട്ട് ഫർണിച്ചർ 2100. ആ ചോദ്യം അങ്ങനെ തന്നെ എഴുതി വെക്കുകയാണ് വേണ്ടത് ആക്ച്വലി. പക്ഷെ ചോദ്യം കംപ്ലീറ്റ് വലിപ്പത്തിൽ എഴുതണം എന്നില്ല. ഏറ്റവും ബ്രീഫായിട്ട് ഫർണിച്ചർ ബോട്ട് അല്ലെ ബോട്ട് ഫർണിച്ചർ. ക്ലിയർ? അങ്ങനെ എഴുതി വെച്ചാൽ മതിയാകും. നോക്കിക്കോ. ബോട്ട് ഫർണിച്ചർ. ഇനി വേറെ ഒരു കാര്യം പറയട്ടെ. സാധാരണഗതിയിൽ ഇപ്പം ചില ആൾക്കാർ ഇതൊന്നും എഴുതാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നറേഷൻ വേണ്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പല ആൾക്കാരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ എഴുതാതിരിക്കും. പക്ഷേ നമുക്ക് ഇതിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് എഴുതുക അല്ലെ. നമുക്കിപ്പോ ഒരാളുടെ വർക്ക് ചെയ്യുന്നതിലുപരി ഇതിന് പരീക്ഷയ്ക്ക് മാർക്കും കൂടെ മേടിക്കണം. അപ്പൊ അത് കൂടെ എഴുതി കഴിഞ്ഞാൽ അതിന് ഫുൾ മാർക്ക് അവർ തരുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഒരു കടയിലെത്തിയിട്ട് നിങ്ങൾ അക്കൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതണ്ട, വിട്ടേച്ചോളാം. ഓക്കെ, അപ്പൊ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ A to Z മനസ്സിലാക്കുക. എന്നിട്ട് റിലവന്റ് അല്ല എന്ന് തോന്നുന്ന കണക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ആവശ്യം എന്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രാക്ടിക്കലായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒഴിവാക്കുക. ക്ലിയർ? അപ്പം ഇതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്ന സംഗതി. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. നിങ്ങൾ നോട്ടിൽ നോക്ക്, മൂന്നാമത്തെ എൻട്രി എന്താണെന്ന്. ഇവിടെ നോക്ക്, നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ് 2850. ആനന്ദ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് നമ്മൾ 2850 രൂപയുടെ സാധനം മേടിച്ചു. ഈ ഒരു ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും എഴുതേണ്ടത്. ഇവിടെ ആനന്ദിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ആനന്ദിന്റെ പേര് അവിടെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കടത്തിനുള്ള ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ സാധനം മേടിച്ചു, നിങ്ങൾ പൈസ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എന്താ? ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് വരുന്നത് ഗുഡ്സ് ആണ്, പർച്ചേസ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? ആ ഡേറ്റ് ഇടുക. 4 പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് കാണിക്കാൻ നമ്മൾ ഷോർട്ട് ആയിട്ട് DR എന്ന് എഴുതുക. എന്താണ് ക്രെഡിറ്റ് വരിക? ഇനി ക്രെഡിറ്റ് കാണിക്കാൻ നമ്മൾ ആനന്ദ് ട്രേഡേഴ്സ്. നോർമലി പൈസ കൊടുത്താണ് മേടിച്ചതെങ്കിൽ ക്യാഷ് എന്നാണ് നിങ്ങൾ ഇവിടെ ക്രെഡിറ്റിൽ എഴുതേണ്ടത്. പക്ഷെ ഇവിടെ നമ്മുടെ പൈസ പോയിട്ടില്ല, മറിച്ച് ആനന്ദിന്റെ അടുത്ത് കടത്തിന് മേടിച്ചത് കൊണ്ട് തന്നെ ടു ആനന്ദ് ട്രേഡേഴ്സ് എന്നാണ്. ആനന്ദ് ട്രേഡേഴ്സ് അക്കൗണ്ട് 2. എന്നിട്ട് എത്ര രൂപയുടെ മേടിച്ച്? 2850. ഡെബിറ്റ് കോളത്തിൽ എഴുതുക, ക്രെഡിറ്റ് കോളത്തിലും 2850 എഴുതാം. ഇവിടെ എഴുതുമ്പോഴും നിങ്ങൾ നേരെ ഈ 2850 ഇവിടെ എഴുതി തൊട്ടപ്പുറം തന്നെ ക്രെഡിറ്റിൽ അങ്ങനെ എഴുതരുതേ. ആ സ്റ്റെപ്പ് വ്യത്യാസം അവിടെയും എന്ത് ചെയ്യണം? എമൗണ്ട് കാണിക്കണം.
മനസ്സിലായിക്കോ? അതായത് 2850 ഡെബിറ്റിൽ എഴുതി 2850 ക്രെഡിറ്റിൽ ഇങ്ങനെ ഉണ്ടാക്കി നേരെ എഴുതാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം എന്താ, ഇവിടെ ഡെബിറ്റ് നേരെ എമൗണ്ട് എഴുതി, ഇനി ക്രെഡിറ്റ് വരുമ്പോൾ ഇതിന് നേരെ ഇവിടെ എഴുതണം. ഓക്കെ, അത് മസ്റ്റാണ്, അല്ലെങ്കിൽ ആകെ വൃത്തികേടായിരിക്കും, നമുക്ക് പൈസ ഒന്നും തിരിയാത്ത അവസ്ഥയിലേക്ക് വരും. 2850. ഇനി ഇതിന്റെ നറേഷൻ ബ്രീഫായിട്ട് നമുക്ക് കൊടുക്കണം. എങ്ങനെയാ? പർച്ചേസ്ഡ് ഫ്രം ആനന്ദ് ട്രേഡേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യാം? ആ നറേഷൻ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ ഓർമ്മിക്കണം, പർട്ടിക്കുലർ എന്ന് പറയുന്ന നമ്മുടെ കോളം മാത്രമേ നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടതുള്ളൂ, മറ്റൊന്നും ക്ലോസ് ചെയ്യേണ്ട. ഓക്കെ, അങ്ങനെ 3 ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി. ഇനി 4ാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ക്യാഷ് സെയിൽസ് 3500. നിങ്ങളെ കടയിൽ നിന്ന് ഒരു വ്യക്തിക്ക് സാധനം വിറ്റു, ആ സ്പോട്ടിൽ അദ്ദേഹം ഇങ്ങോട്ട് ക്യാഷ് തന്നു. നിങ്ങളെ കടയിൽ നിന്ന് ഒരു വ്യക്തിക്ക് സാധനം വിറ്റു, ആ സ്പോട്ടിൽ തന്നെ ഇങ്ങോട്ട് തന്നു. തൊട്ട് മുകളിൽ ഇപ്പം നമ്മൾ ചെയ്ത് പർച്ചേസ് കടത്തിനുള്ളതാണ്. പക്ഷേ സെയിൽസിന്റെ കേസിൽ നമ്മൾ വിറ്റു, ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം ക്യാഷ് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്, സാധനം പോയി ക്യാഷ് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ക്യാഷ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് സെയിൽസ് ആണ്, ഗുഡ്സ് ആണ്. അപ്പൊ ഇങ്ങോട്ട് വരുന്നതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഫസ്റ്റ് ഡേറ്റ് എഴുതണേ, 7-ാം തീയതി. ക്യാഷ് അക്കൗണ്ട് DR ടു സെയിൽസ് അക്കൗണ്ട്. എന്നിട്ട് എത്രയാ? 3500. ഓക്കെ, നറേഷൻ കൊടുക്കുക. ക്യാഷ് സെയിൽസ് കഴിഞ്ഞു. ഇതാണ് 3ാമത്തെ 4ാമത്തെ ട്രാൻസാക്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ട്രാൻസാക്ഷൻ 4 എഴുതി. ഇങ്ങനെ എത്ര ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു കടേൻ്റെ തന്നിട്ടുണ്ടോ, ഒരു ബിസിനസിൻ്റെ തന്നിട്ടുണ്ടോ, അത് കംപ്ലീറ്റ് ഇങ്ങനെ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പൈസ കംപ്ലീറ്റ് കൂട്ടി ഇവിടെ ഇടുക, ഈ പൈസ കംപ്ലീറ്റ് കൂട്ടി ഇവിടെ ഇടുക. അത് കൂട്ടിയിടുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഫോൺ ആരും ഉപയോഗിക്കേണ്ട, കാൽക്കുലേറ്റർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്, സ്പെഷ്യലി +1ന്റെ കുട്ടികൾ. അതായത് അക്കൗണ്ടിങ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവര് ഫോണിലൊക്കെ ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല. അല്ലാത്ത ആൾക്കാർ സ്കൂളിൽ നിന്ന് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ കാൽക്കുലേറ്റർ ഇവിടെയും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഓക്കെ, ശരി, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. ഞാനിവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷ ആ ഒരു മൈൻഡ് വെച്ച് അങ്ങനെ കണ്ടുകൊണ്ടാണ്. ആക്ച്വലി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പാടില്ല, ഞാൻ പറയുന്നതും തെറ്റ് തന്നെയാണ്. ട്രാൻസാക്ഷൻ എന്നേ പറയാൻ പാടുള്ളൂ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മനോഹർ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ സാധനം വിറ്റു. ഇപ്പം നമ്മൾ ഒരു സാധനം വിറ്റു, അതിന്റെ പൈസ ഇങ്ങോട്ട് കിട്ടി, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന സാധനം ഞാൻ വിറ്റു, പക്ഷേ എനിക്ക് പൈസ മനോഹർ തന്നിട്ടില്ല. അപ്പോൾ ക്രെഡിറ്റ് സെയിലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ക്രെഡിറ്റ് സെയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി, അദ്ദേഹത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഡെറ്റർ ആണ് അദ്ദേഹം, സൺട്രി ഡെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? സെയിൽസും ഉണ്ട്, അതേസമയം മനോഹർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡേറ്റ് എഴുതുക, 14 ഓഗസ്റ്റ് 14, മനോഹർ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട് 2500. നറേഷൻ എഴുതുക, സോൾഡ് ഗുഡ്സ് ടു മനോഹർ. കടത്തിന് വിറ്റതായത് കൊണ്ടാണ് മനോഹറിന്റെ പേര് എഴുതിയത്. അദ്ദേഹം ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ക്യാഷ് എന്നാണ് എഴുതുക. ഇവിടെ മനോഹർ ക്യാഷ് അല്ല, കടത്തിനാണ് വിറ്റത്. അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? മനോഹറിന്റെ പേര് മാത്രമാണ് തന്നത്. പേര് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളത് കടത്തിനുള്ള ട്രാൻസാക്ഷൻ ആണ്. ആ ഒരു സാധനം മൈൻഡിൽ വെക്കണം, എന്നാലേ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഇങ്ങനെ എഴുതാം. ഇനി രണ്ടാമത്തെ അല്ല, അടുത്ത 17ാമത്തെ ഡേറ്റിന് പെയ്ഡ് ഫോർ ഓഫീസ് സ്റ്റേഷനറി. ഓഫീസിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ചു, അതിന്റെ പൈസ 25 രൂപയാണ്, അത് അവിടെ കൊടുത്തു. അപ്പോൾ ഓഫീസ് സ്റ്റേഷനറി സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നു, നിങ്ങളെ കയ്യിൽ നിന്ന് 25 രൂപ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഓഫീസിലേക്ക് വേണ്ടിയിട്ടുള്ള പെന്ന്, പെൻസില്, പേപ്പർ, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ? അല്ലെങ്കിൽ എന്താണോ ഓഫീസിന് അത്യാവശ്യം വേണ്ട, ഇതുപോലെയുള്ള ആ ബിസിനസ് റൺ ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണ് ഇവിടെ സ്റ്റേഷനറി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്.
അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസറ്റ് അല്ല. ഇതൊരിക്കലും നമ്മൾ കടയിൽ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ഈ സാധനങ്ങൾ മേടിച്ചത്. ഓഫീസ് സ്റ്റേഷനറി എന്നുള്ളതാണ് അതിനുള്ള തെളിവ്. ഓഫീസിലെ ഉപയോഗത്തിന് വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഓഫീസിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ബിസിനസിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സാലറി കൊടുക്കുന്നുണ്ടല്ലോ, റെന്റ് കൊടുക്കുന്നുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് ആക്ച്വലി ഓഫീസ് സ്റ്റേഷനറി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഡേറ്റ് 17 ഇടുക. ഓഫീസ് സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് ആണ് പോയത്, ടു ക്യാഷ് അക്കൗണ്ട് 25. നറേഷൻ എന്ത് ചെയ്തു, പെയ്ഡ് ഫോർ, ആ ചോദ്യം അങ്ങനെ തന്നെ എഴുതി വെച്ചായി, ഓഫീസ് സ്റ്റേഷനറി. ഇത്ര എഴുതി കഴിഞ്ഞാൽ നറേഷനായി. ഓക്കെ, അപ്പോൾ ഇതാണ് 17-ാം തീയതിക്ക് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ. നിങ്ങൾ നോക്ക്, ഓഫീസ് സ്റ്റേഷനറി മേടിച്ചു, 25 രൂപ പോയി അല്ലെ, ടു ക്യാഷ് 25 രൂപ പോയി. ഇങ്ങനെ വേണം എഴുതി വെക്കാൻ. ഇത്രയും ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഇത് പോസ് ചെയ്ത് വെക്കുക, വീഡിയോ പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് സ്വന്തം എഴുതി നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് മാച്ച് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ ചെയ്യണം. കാരണം ഞാനിത് ഇപ്പോൾ ഒറ്റയൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ, എല്ലാം ഞാനിങ്ങനെ കാണിച്ചു തരില്ല. ക്വസ്റ്റ്യൻ തരും, നിങ്ങളത് ചെയ്യണം. ഓക്കെ, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് ഇതിനെ നമ്മളെ എന്ത് ചെയ്യണം, അണ്ടർ കൺട്രോളിൽ ആക്കി കൊണ്ടുവരണം. ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ച് അതിന്റെ എമൗണ്ട് ഫിഗർ കൊടുത്ത് നറേഷൻ എഴുതി ക്ലോസ് ചെയ്യുന്നത് നമുക്ക് അറിയണം. ക്ലിയർ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. മനോഹർ റെമിറ്റഡ് ₹1000. മനോഹർ റെമിറ്റ് ചെയ്തു, മനോഹർ പണം അടച്ചു, മനോഹർ പേ ചെയ്തു എന്നാണ് ഇതിന്റെ അർത്ഥം. ആരാ മനോഹർ? നേരത്തെ നമ്മൾ മനോഹർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മനോഹർ എത്രയാ പൈസ പറഞ്ഞേ? സോൾഡ് ഗുഡ്സ് ടു മനോഹർ 2500 അല്ലെ, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2500 രൂപക്ക് വിറ്റ് ഒറ്റ പൈസ അദ്ദേഹം ഇങ്ങോട്ട് തന്നിട്ടില്ല. ഇപ്പോ അതിൽ 1000 രൂപ ഇങ്ങോട്ട് തരികയാണ്. അതാണ് റെമിറ്റഡ് എന്ന് പറയുന്ന അർത്ഥം. പേ ചെയ്തു. നിങ്ങൾ പേ ചെയ്യുമ്പം പൈസ പോകുകയല്ലേ എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മൾ ബിസിനസ് പേ ചെയ്യുമ്പോഴാണ് നമ്മുടെ പൈസ പോകുന്നത്. മനോഹർ പേ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഇങ്ങോട്ട് തന്നു, ഇങ്ങോട്ട് കൊടുത്തു അല്ലെ എന്നൊക്കെയാണ്. മനോഹർ റെമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹർ നമ്മൾ ഓൾറെഡി കസ്റ്റമറാണ്, അദ്ദേഹം പേ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നു എന്നാണ്. അപ്പോൾ ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്നു, മനോഹറാണ് ഗിവർ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 19-ാം തീയതി ഡേറ്റ് എഴുതുക. ക്യാഷ് അക്കൗണ്ട് DR ടു മനോഹർ. നിങ്ങൾ നോക്ക്, മനോഹർ നമ്മളുടെ ഡെറ്റർ ആണ്, ഡെബിറ്റ് സൈഡിലാണ് അദ്ദേഹം എപ്പോഴും വരിക. പക്ഷെ ഇപ്പോ ആ പൈസ അദ്ദേഹം തരുമ്പോൾ അതിനെ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡിലോട്ട് വരികയാണ്. അങ്ങനെ ആ 2500-ൽ നിന്ന് 1000 രൂപ കുറയും. ഓക്കെ, അങ്ങനെ 2500-ൽ നിന്ന് 1000 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 1500 നമുക്ക് ഇനി തരാനുള്ളൂ. മനോഹർ എത്രയാ? 1000. നിങ്ങൾ നറേഷൻ കൊടുക്കുക. എന്താ? മനോഹർ റെമിറ്റഡ്. ഞാൻ ചെറുങ്ങനെ എഴുതുന്ന കേട്ടോ, 3 ട്രാൻസാക്ഷൻ ഇവിടെ എഴുതി കൊള്ളിക്കേണ്ടിട്ട്. മനോഹർ റെമിറ്റഡ് 1000. ക്ലിയർ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, മടിക്കണ്ട. അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ്. നിങ്ങൾ എവിടെയോ നിങ്ങളെ പൈസ കുറച്ച് നിക്ഷേപിച്ചിട്ടുണ്ട്, ചിലപ്പം ബാങ്കിലായിരിക്കും. അതിന്റെ മുകളിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ അത്രയും പൈസ കൂടി വന്നിട്ടുണ്ടാവും. ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഒന്നും നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ബാങ്കിൽ കൂടി വന്ന് ബാങ്കിൽ കുറഞ്ഞു അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. നമുക്ക് അങ്ങോട്ട് പഠിക്കാം. നിങ്ങൾ ബാങ്കിലിട്ട പൈസയുടെ മുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് കിട്ടി എന്ന് പറയുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് കൂടി വരികയാണല്ലോ, 150 രൂപ. അപ്പോൾ ക്യാഷ് കിട്ടുന്നു. അതെങ്ങനെ കിട്ടി? എന്തായിട്ടാ? ഇൻട്രസ്റ്റ് എന്നുള്ള ഇൻകം ആണത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഡേറ്റ് 21 ഇടുക. ക്യാഷ് അക്കൗണ്ട് DR ക്രെഡിറ്റ് എന്താ വരിക? ടു ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എത്രയാ? 150. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? നറേഷൻ എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്
റിസീവ്ഡ്. ഓക്കെ, ഇത്രയും സംഗതി എഴുതുക. ഒരു ചെറിയ സാധനം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. വിട്ടതല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു കള്ളീനെ നിങ്ങൾ ഇങ്ങനെ ബ്ലാങ്ക് ആക്കിയിട്ട് ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല അല്ലെ? നിങ്ങൾ വിചാരിച്ചിട്ട് അത് അതിലൊന്നും എഴുതാത്തത്. അതിലിപ്പം നിങ്ങളൊന്നും എഴുതണ്ട, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞു തരും. എന്തായാലും ഈ ആദ്യത്തെ ജേണൽ എൻട്രി കഴിയട്ടെ, എന്നതിന് ശേഷം 2 മുതൽ നമുക്ക് ഇതിനെപ്പറ്റി പറയാം. എല്ലാം കൂടി ഇതിൽ പറയുന്നില്ല. ഓക്കെ, അങ്ങനെ. ഇനി മൂന്നാമത്തെ നോക്ക്. മൂന്നാമത്തെ വെച്ചാൽ ഇവിടെ എഴുതിയ മൂന്നാമത്തെ, ഇപ്പൊ എല്ലാം കൂടി നമ്മൾ 8, 9 ആയിട്ടുണ്ട്. റെന്റ് പെയ്ഡ് ഡേറ്റ് എത്രയാ? അതിന്റെ ഡേറ്റ് എഴുതണം, മറന്നുകൊണ്ട. 25 ആണ്, 25, 26 ആണ്, 26, ആ ഡേറ്റ് കൊടുക്കുക. റെന്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ്. ലാൻഡ് ലോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആ ഭൂമിയുടെ, ആ കെട്ടിടത്തിന്റെ ഉടമ, അദ്ദേഹം എന്നാണ് അതിന്റെ അർത്ഥം. അയാൾക്ക് നമ്മൾ റെന്റ് കൊടുത്തു, കാരണം വാടക കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്നത്, മാസാമാസം വാടക കൊടുക്കണം. ഓക്കെ, അപ്പോൾ വാടക കൊടുത്തു. എത്രയാ കൊടുത്തത്? 550 റുപ്യ. നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ്. എങ്ങനെയാ പൈസ പോയത്? റെന്റ് ആണ്. റെന്റ് എന്നുള്ള എക്സ്പെൻസ് ആണ്. സോ ഇവിടെ എഴുതുക, ഡേറ്റ് 25, റെന്റ് അക്കൗണ്ട് DR ടു ക്യാഷ് 550 നറേഷൻ കൊടുക്കുക. റെന്റ് പെയ്ഡ്. ഓക്കെ, ഇത്രയേ സംഗതി ഉള്ളൂ. റെന്റ് പെയ്ഡ്, റെന്റ് പേ ചെയ്തു. ലാൻഡ് ലോഡിനാണ് റെന്റ് പേ ചെയ്തത്. എത്രയാ പേ ചെയ്തത്? 550. ക്യാഷ് ആണ് കയ്യിൽ നിന്ന് പോകുന്നത്. എങ്ങനെ ക്യാഷ് പോയി? റെന്റ് എന്നുള്ള ഒരു എക്സ്പെൻസ് കാരണമാണ് ക്യാഷ് പോയത്. എക്സ്പെൻസ് ആയതുകൊണ്ട് അതിനെ എപ്പോഴും ഡെബിറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂള്, 2 റൂള് പ്രകാരം എക്സ്പെൻസിന്റെ ഡെബിറ്റ് ആണ്. ക്യാഷ് എന്നുള്ള അസറ്റ് ആണ്. അസറ്റ് പോകുമ്പോൾ എപ്പോഴും ക്രെഡിറ്റ് ആണ് അല്ലെ? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ലാസ്റ്റ് പഠിച്ചിട്ടില്ലേ? ഇതാണ് ഇത്. ഇനി 1-2 ട്രാൻസാക്ഷൻ കൂടെ ഉള്ളൂ, അതും കൂടി ഞാൻ എളുപ്പം പറയാം, ഇവിടെ ശ്രദ്ധിച്ചോ. ശരി, അവസാനത്തെ 2 ട്രാൻസാക്ഷൻ കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒന്നാമത്തെ ജേണൽ എൻട്രി ചെയ്യുന്ന പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആവും. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ, ഈ ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ സൈഡിൽ, അതായത് ഏറ്റവും മുകളിൽ എന്ത് ചെയ്യുക? 1 എന്ന് എഴുതിയിട്ട് വട്ടത്തിലാണ് ഇട്ട് വെച്ചോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 4-5 ചോദ്യമെങ്കിലും മിനിമം ഇതുപോലത്തെ ചെയ്യും. ആ 5 എണ്ണത്തിന് നമ്പർ വേണം. ആ 5 എണ്ണത്തിന്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ പിന്നീട് ചെയ്യാനുണ്ട്. കുറച്ചല്ല, അതിന്റെ തുടർച്ച അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ എടുക്കുന്ന ഞാൻ പറയുമ്പോൾ നിങ്ങൾ 1 എടുത്തിരിക്കണം. എല്ലാവരുടെ അടുത്തും അത് ഉണ്ടായിരിക്കണം. ക്ലിയർ? അപ്പൊ ഇതാണ് 1. അപ്പോൾ ഡേറ്റ് ഞാൻ അവിടെ ഇതിനു വേണ്ടിയിട്ട് മാച്ചാണ്, ഡേറ്റ് അവിടെ വേണം. അജയ് ഹാസ് വിഡ്രോ ക്യാഷ് ₹500 ഫോർ പേഴ്സണൽ യൂസ്. അജയ് ക്യാഷ് പിൻവലിച്ചു. ബിസിനസ്സിൽ നിന്നാണ് ക്യാഷ് പിൻവലിച്ചത്. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ആണ്. പേഴ്സണൽ യൂസിന് പൈസ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു വാക്ക് കൊണ്ട് സൂചിപ്പിച്ചിരുന്നു. എന്താ വാക്ക്? ഡ്രോയിങ്സ് അല്ലേ? ബിസിനസ്സിലെ ക്യാഷ് പോവുകയാണ്, ഓണർ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലിൽ നിന്ന് അദ്ദേഹം പൈസ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ക്യാഷ് പോയി. ക്യാഷ് പോകുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം. എങ്ങനെയാ പോയത്? വിഡ്രോ ചെയ്തിട്ട് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിനെ ഡ്രോയിങ്സ് എന്നും നമ്മൾ വിളിക്കും. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നറേഷൻ എഴുതുക, ക്യാഷ് വിഡ്രോ വെൽ ഫോർ പേഴ്സണൽ പർപ്പസ്. എമൗണ്ട് എത്രയാ? 500. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. പെയ്ഡ് സാലറി ടു മാനേജർ ഫോർ ദി മന്ത് ഓഫ് ഓഗസ്റ്റ് 1000. ആകെ 1000 റുപ്യ അദ്ദേഹത്തിന് സാലറി കിട്ടി. അതൊന്നും നിങ്ങൾ നോക്കണ്ട. 1000 ആയാലും 500 ആയാലും 20 ആയാലും നമുക്കിത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടുത്തെ 1000 റുപ്യ സാലറി കിട്ടുന്ന ഇവൻ എന്ത് മാനേജർ പണിയാന്നൊക്കെ തോന്നും ചിലപ്പോൾ. അപ്പൊ അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ചിലപ്പോൾ 1000 റുപ്യ ഉള്ളൂ, അത് നെവർ മൈൻഡ്, വിട്ടേക്കുക. പെയ്ഡ് സാലറി കൊടുത്തു. മാനേജർക്കാണ് കൊടുത്തത്, 1000 റുപ്യാണ് കൊടുത്തത്. ഓഗസ്റ്റ് മാസത്തിലെ സാലറിയാണ് കൊടുത്തത്. കാരണം ഓഗസ്റ്റ് മാസം അവസാനത്തെ തീയതിയായി, 30 സാലറി കൊടുക്കണമല്ലോ. ഒന്നുകിൽ 30 അല്ലെ തൊട്ടടുത്ത മാസം 1-ാം തീയതി കൊടുക്കും. അപ്പോ ഇവിടെ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ട്. എത്ര? 1000 രൂപ. നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരിക, മാനേജർക്ക് കൊടുത്തിട്ട് എന്ന് എഴുതണോ അല്ല സാലറി കൊടുത്തിട്ട് എന്ന് എഴുതണോ എന്നായിരിക്കും. മാനേജർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മാനേജർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അക്കൗണ്ട് ബുക്കിൽ 100 റുപ്യ, 100 റുപ്യ, 5 റുപ്യ അങ്ങനെ എഴുതുക ഇല്ല. സാലറി എന്നാണ്. ബ്രാക്കറ്റ് വേണേ മാനേജറെ പേര് അല്ലെങ്കിൽ കുമാർ, റാം, കബീർ അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല.
അപ്പോൾ ഇവിടെ നിങ്ങൾ 1000 രൂപ പോയത് നിങ്ങൾക്ക് സാലറി കൊടുക്കുമ്പോൾ പോയ പൈസയാണ്. സോ സാലറി ഒരു എക്സ്പെൻസ് ആണ്, ക്യാഷ് നിങ്ങളുടേത് പോയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ മാനേജർ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല, അത് വിട്ടുകളിയ. ആളെ പേര് രണ്ട് കേസിലാണ്, ഒന്ന് ഡെപ്റ്റർ ഒന്ന് ക്രെഡിറ്റർ. പിന്നെ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റലിന്റെ ആ കേസിൽ ഓക്കെ. പിന്നെ അദ്ദേഹം വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരും. അതിപ്പോ ക്യാപിറ്റലിന്റെ കേസിൽ ഡെപ്റ്റർ ക്രെഡിറ്റർ ഈ 3 കേസിലേ എന്ത് വരുള്ളൂ, ആളെ പേരിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ബാക്കി ഒരിക്കലും ആളെ പേരിനോ പദവിക്കോ ഒന്നും ബിസിനസ്സിൽ നമ്മൾ അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിലവൻറ്റും ഇല്ല. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, സാലറി പെയ്ഡ്, എന്നിട്ട് എന്ത് ചെയ്യാ, 1000 ഇത്രയും ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ഒന്നാമത്തെ ജേണൽ എൻട്രിയിൽ ചെയ്യാൻ ഉള്ളത്. കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡെബിറ്റ് സൈഡ് കംപ്ലീറ്റ് കൂട്ടി ഇവിടെ ഇടാം, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് കംപ്ലീറ്റ് കൂട്ടി ഇവിടെ ഇടാം. ഞാൻ എഴുതിയ കംപ്ലീറ്റ് ബോർഡും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കൂട്ടിയിടുന്നില്ല, നിങ്ങൾ കൂട്ടിയിടുക, എന്നിട്ട് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, രണ്ടും ഒരേ എമൗണ്ട് കിട്ടും, ഒരേ എമൗണ്ട് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജേണൽ എൻട്രി ആയിട്ട് നമ്മൾ ഒന്നാമത്തെ ജേണൽ എൻട്രി ആയിട്ട് പറയുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. എന്നാൽ ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബൈ, സി യു നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.